അസ്സലാമു അലൈക്കും. എന്റെ പേര് ഷാവുൽ ഹമീദ്. ഞാൻ പാലക്കാട് അടുത്ത് കന്നഡിക്കോട് പറയുന്ന സ്ഥലത്താണ് ഉസ്താദെ. കഴിഞ്ഞ മാസം ഒരു മുഖാമുഖത്തില് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു മുഖാമുഖത്തിൽ ചോദിക്കണ്ടായി. അതിനൊരു ആയത്ത് തന്നു. അത് 2 ആയത്ത് തന്നു. അത് വിശദീകരണ ആവശ്യം ഞാൻ വന്നിരിക്കുന്നത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാനും കാണാനും ഉള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സുന്നിനോടാണ് ചോദിച്ചത്. അപ്പൊ ആ മുസ്ലിം തന്ന മറുപടി സൂറത്ത് തൗബ 105-ാമത്തെ ആയത്ത് നിങ്ങൾ ഖുർആനാണെന്ന് വിശ്വസിക്കണ്ടോന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ വിശദീകരണത്തിൽ അത് കാണാനും കേൾക്കാനും കഴിവ് റസൂലിനുണ്ട് എന്നുള്ളതാണ്. എന്ന ആയത്താകണം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് വഖുലിഅമലു നബിയെ പറഞ്ഞു കൊടുക്കുക, എഴുമലു നിങ്ങൾ പ്രവർത്തിക്കുകയും ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു അല്ലാഹു നിങ്ങളെ അമല് കാണും, അവന്റെ റസൂലും നിങ്ങളെ അമല് കാണും. സൂറത്ത് തൗബയിലെ ആയത്താണ്. അപ്പൊ സാധാരണ മുസ്ലിയാക്കന്മാർ പറയും അല്ലാഹു അമല് കാണുന്നു, റസൂലും അമല് കാണുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും റസൂല് കാണുന്നുണ്ട് എന്നാണ് അവർ പറയുക. അത് ശരിയല്ല. ആ ആയത്തിൽ പറഞ്ഞത് ആ വിഷയവുമല്ല. മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ടാണ് ആ ആയത്തുള്ളത്. യുദ്ധത്തിലേക്ക് പോയ മുനാഫിക്കുകൾ ഇടയ്ക്ക് വെച്ച് ഒഴികഴിവുകൾ പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോന്നു. അവർ ശരിക്കും വിശ്വാസവഞ്ചന കാണിച്ചു. യുദ്ധം കഴിഞ്ഞ് നബിയും സഹാബത്തൊക്കെ വന്നതിന് ശേഷം അവർ വന്നിട്ട് നബിയോട് കുറെ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു. അതായത് ഞങ്ങളങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് പോകുന്നതാണ്, ഏതായാലും ഇനി യുദ്ധം ഉണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നബിയെ പ്രീതിപ്പെടുത്താനുള്ള പണി അവർ ചെയ്തു. അപ്പൊ നബി അത് അംഗീകരിച്ചു. ശരി, അവിടെ അള്ളാഹു ഇടപെട്ടു. അങ്ങനെ പറഞ്ഞത് കേട്ട് പോകണ്ട, ഏതായാലും നമ്മൾ കാത്തിരിക്കാം, ഇനിയും വരാനുണ്ടല്ലോ യുദ്ധങ്ങളൊക്കെ. അതാണ് വഖുലിഅമലു നിങ്ങൾ അമൽ ചെയ്തോളി. ഫസയറല്ലാഹു അമലക്കും അല്ലാഹു നിങ്ങളെ അമല് നോക്കിക്കാണും, വറസൂലുഹു അവന്റെ റസൂലും കാണും, വൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങളും കാണും. അത് മൂലന്മാർ ഓതൂല, സത്യവിശ്വാസികളും കാണുന്നതാണ്. അപ്പൊ ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ, നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? അടുത്ത യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളൊക്കെ എന്ത് നിലപാടെടുക്കുക നമുക്ക് നോക്കി കാത്തുനിന്ന് കാണാം. അതാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. 2, നിങ്ങളിപ്പോ എന്ത് കളവ് പറഞ്ഞ് നമ്മളൊക്കെ പറ്റിച്ച് തൽക്കാലം പെടുന്ന് പെർമിഷൻ വാങ്ങി നിങ്ങൾ പോയാലും പരലോകത്ത് വരാനുണ്ട്. നമ്മളൊക്കെ അവിടുന്ന് ഇതൊക്കെ പുറത്ത് വരും. അപ്പോ അള്ളാഹു ഇതൊക്കെ പുറത്തു കൊണ്ടുവരും. അന്ന് റസൂലും മുഅ്മിനീങ്ങളും ഒക്കെ നിങ്ങളെ ഈ കളവൊക്കെ അവിടുന്ന് മനസ്സിലാക്കും എന്നതാണ് അതിന്റെ മറ്റൊരു വ്യാഖ്യാനം. അത് ലോകത്തെടുക്കുന്ന എല്ലാ അമലും നബി കാണും എന്ന് പറയാൻ തെളിവാണെങ്കിൽ അതിന്റെ ബാക്കി എന്താ? വല്ലദീന ആമനു അല്ല വൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളും കാണുന്ന. ഒറ്റ ചോദ്യം മൂലെടുക്കും, മുതൽ നിങ്ങൾ മുഅ്മിനാണോ ചോദിക്കാം. ആ മുഅ്മിനാണ്. ലോകത്തെല്ലാവരും ചെയ്യണ എല്ലാ അമലും നിങ്ങളിപ്പോ കാണുന്നുണ്ടോ ചോദിക്കാം. ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ മുഅ്മിൻ എല്ലാവരും ഇല്ല. ഒന്നുകിൽ മുഅ്മിനല്ല പറയണം, അല്ലെങ്കിൽ ആയത്ത് ശരിയല്ല പറയണം. അപ്പൊ ആ ആയത്ത് തന്നെ ഉണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ശിർക്ക് സ്ഥാപിക്കാൻ ഏത് ആയത്ത് കൊടുത്താലും അതേ ആയത്തിന് മറുപടി ഉണ്ടാവുന്ന ഇബ്നു ഖയ്യിം പറഞ്ഞത്. ശിർക്ക് സ്ഥാപിക്കാൻ എന്ത് ആയത്തേക്ക് വന്നാലും ആ ആയത്തിന് കിട്ടും ഓരെ കൊടുക്കാനുള്ള വശം. അതാണത്. അപ്പൊ ഒറ്റ ചോദ്യം ആയിക്കോട്ടെ ഉസ്താദേ, ബാക്കി വല്ല മുഅ്മിനൂൻ മുഅ്മിനീങ്ങളും കാണുന്നതാണല്ലോ, നിങ്ങൾ കാണലുണ്ടോ? ഞാൻ എന്റെ വഴി നിസ്കരിക്കണമൊക്കെ അതില്ല. അപ്പൊ നിങ്ങൾ മുഅ്മിനല്ല. അപ്പൊ മുതലേക്ക് മനസ്സിലാവും. അപ്പൊ അതിലത്രേ ഉള്ളൂ. അതങ്ങനെ ലോകത്തിലെ എല്ലാ അമലും റസൂൽ കാണുമെന്ന് പറയാൻ തെളിവല്ല. നബിയെ കബളിപ്പിച്ച് നബിയോട് ഇല്ലാത്ത നുണകൾ പറഞ്ഞ് നബിയെ വിശ്വസിപ്പിച്ച് പെർമിഷൻ വാങ്ങി പോയപ്പോൾ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടൊന്നും വിചാരിക്കണ്ട, ഇതൊക്കെ ഇവിടെ പൊളിയും എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല അവിടെ ചെയ്യുന്നത്. അതാണ് ഒരായത്ത്. വേറെ ഉണ്ടോ? ഉപചോദ്യം. സൂറത്ത് അഹ്റാഫിൽ 188-ാമത്തെ ആയത്ത് ഉസ്താദ് അർത്ഥം പറഞ്ഞതും അതേമാതിരി ഒരു ലെവലില്ലാത്ത രീതിയിലാണ് ഉസ്താദ്, അതൊന്ന് വിശദീകരിക്കണം. സൂറത്ത് അഹ്റാഫിൽ 188-ാമത്തെ ആയത്ത്. അത് നേരെ തിരിച്ചാണല്ലോ. ഖുൽ ലാ അംലികു നഫ്സി ദർറൻ നഫ്അൻ വലാ ദർറൻ. അത് അവർക്ക് എതിരാണല്ലോ, അതാവാൻ സാധ്യതയില്ല. പറഞ്ഞു കൊടുത്ത ആയത്ത് അതാണ്. പക്ഷെ അത് വിശദീകരിച്ച അർത്ഥം ഫുൾ അത് പറയുക ലാ അംലികു നഫ്സി നഫ്അൻ വലാ ദർറൻ, എനിക്ക് തന്നെ ഞാൻ ഉപകാരമോ ഉപദ്രവമോ ഉടമയാക്കുന്നില്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് അല്ലാതെ. വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ധാരാളം നന്മകൾ എനിക്ക്, അല്ലെങ്കിൽ ധാരാളം ഗുണങ്ങൾ എനിക്ക് നേടാമായിരുന്നു. വമാ മസ്സനിയ സൂഉ, എന്നെ ഒരു ദുരിതവും ബാധിക്കുമായിരുന്നില്ല. ഇൻ അന ഇല്ലാ നദീറും വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസികളായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനും അല്ലാതെയല്ല ഞാൻ. ഇതാണ് ആയത്ത്. അപ്പൊ ഇതിൽ നിന്ന് നബിക്ക് ഗൈബ് അറിയില്ല എന്ന് വ്യക്തമാകുന്നു. അങ്ങനെ ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ഒരുപാട് ഗുണങ്ങൾ എനിക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു. അപ്പൊ അടുത്ത ആഴ്ച നോട്ട് നിരോധിക്കുന്നു എന്നറിഞ്ഞാൽ ഈ രംഗന്മാരൊക്കെ കുടുങ്ങോ? നോട്ട് നിരോധത്തിൽ
ഇല്ലല്ലോ, എല്ലാവരും പെട്ടല്ലോ. ഏത് വലിയ തങ്ങന്മാരും പെട്ടു. ഒരിക്കറിയില്ല 8-ാം തീയതി നോട്ട് നിരോധിക്കാൻ പോകുക എന്നുള്ളത്. അതാണ് ഈ പറഞ്ഞത്. എനിക്ക് മറഞ്ഞ കാര്യം മറിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് നന്മകൾ എനിക്ക് നേടാമായിരുന്നു. ഒരു ദുരിതവും എന്നെ ബാധിക്കുകയും ചെയ്യുമായിരുന്നില്ല. പക്ഷെ നബിക്ക് ദുരിതം ബാധിച്ചു. നബി ഉഹദിൽ അവർ കുഴിച്ച കുഴിയിൽ പോയി വീണു. അതേപോലെ യഹൂദികൾ കൊടുത്ത വിഷത്തിൽ നബി വഞ്ചിതനായി അതിൽ അകപ്പെട്ടു. പക്ഷെ അള്ളാഹു തആല രക്ഷപ്പെടുത്തി. ആ നിലക്കുള്ള ഒരുപാട് പ്രയാസങ്ങൾ വന്നത് ഗൈബ് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. എന്നാൽ അള്ളാഹു തആല അറിയിച്ചു കൊടുക്കുന്ന വിഷയങ്ങൾ നബിമാർക്ക് അറിയിച്ചു കൊടുത്താൽ അവർക്കറിയും, അല്ലാത്തവർക്ക് നബി അറിയിച്ചു കൊടുത്താൽ അവർക്ക് അക്കാര്യം അറിയും എന്നല്ലാതെ അള്ളാഹു എന്താണോ ആർക്കാണോ അറിയിച്ചു കൊടുത്തത് അതുമാത്രം അവർക്കറിയും. ഗൈബ് അറിയാനുള്ള കഴിവ് അവർക്കാർക്കുമില്ല. ഇപ്പൊ സ്വർഗത്തിലെ പല സുഖങ്ങളും നമുക്കിപ്പോ അറിയാം, അത് ഗൈബാണ്. നമുക്ക് എങ്ങനെ അറിഞ്ഞു? ഖുർആൻ അള്ളാഹ് അറിയിച്ചെന്നു, അപ്പൊ നമുക്ക് മനസ്സിലായി. എന്നതുപോലെ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തത് എന്തോ അതാണ് അറിയുക, അതിനപ്പുറം അറിയില്ല എന്നാണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്. അതെ, ഈ മൗലൂദ് ഓതിയിട്ട് ഈ ആയത്തിന്റെ അർത്ഥം കൂടി നേരെ പറഞ്ഞുതരാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പൊ സംസ്ഥാന ഉസ്താദ്മാര്. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, ശരിയാണ്. അവരെ സംബന്ധിച്ച ഖുർആൻ അത്രേ ഉള്ളൂ. അവർക്ക് ഖുർആനും അതിന്റേതൊന്നും പ്രധാനമല്ല. ഫാത്തിഹ പോലും അർത്ഥം പഠിക്കുന്ന നിർബന്ധമില്ല എന്ന് പുസ്തകം എഴുതി പഠിപ്പിച്ച ലോകത്തെ ഒരേ ഒരു കൂട്ടര് സമസ്തക്കാര് മാത്രമാണ്. വേറെ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് മൗലിദ് എത്രയോ കാണാതെ ഓതിക്കോളും, എന്നാൽ മറ്റത് കിട്ടണമെന്നില്ല.